ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അജി ദ മല്ലു ബിഗ് ബോസ്. വീണ്ടും ഒരു ബിഗ് ബോസ് സീസൺ നമ്മുടെ കൺമുന്നിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഏറ്റവും കൂടുതൽ ചൂടേറിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലൻ പ്രൊഡിക്ഷൻ ലിസ്റ്റ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ സീസണുകളിലെല്ലാം നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തതിൽ ഒരു 40% ആൾക്കാർ വൈൽഡ് കാർഡ് എൻട്രി വഴിയും അല്ലാതെയും ഒക്കെ ബിഗ് ബോസ് സീസണിന്റെ യഥാർത്ഥ അരങ്ങിലേക്ക് വന്നത് കൊണ്ട് തന്നെ വളരെ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ ആരെയൊക്കെ വരാൻ താല്പര്യപ്പെടുന്നു, പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരെയൊക്കെയാണ് ആയുധമായിട്ടുള്ളത്, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഈ വീഡിയോ കാണുക. ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് ഒരു മലയാളിയല്ല, ഒരു വിദേശിയാണ്. ആരെന്ന് നിങ്ങൾക്ക് തന്നെ പിടികെട്ടി കാണും. കില്ലി പോൾ. പുള്ളി ഭയങ്കരമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. മലയാള ഭാഷ കൊണ്ട് അവിടെ ഒരുപാട് വീഡിയോകൾ ചെയ്ത് വൈറലായി. ഇവിടെ പല റിയാലിറ്റി ഷോകളും വന്ന് നിൽക്കുന്ന കില്ലി പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത് രേണു സുധിയാണ്. വിവാദങ്ങൾ ഉണ്ടാക്കാനായിക്കോട്ടെ, അതുപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമിലൂടെ ആയിക്കോട്ടെ, രേണു സുധി ഇത്തവണ ബിഗ് ബോസ് സീസണിലേക്ക് വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന വൈറൽ താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് സുജയ്യയാണ്. ഇപ്പോൾ ഒരു വാർത്താ അവതാരക മാത്രമല്ല സുജയ്യ, ഇപ്പോൾ മലയാള സമൂഹത്തിൽ തന്നെ കേരളത്തിലെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ് സുജയ്യ പാർവതി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അവരെയും നമ്മൾ ബിഗ് ബോസിലേക്ക് പ്രതീക്ഷിക്കുന്നു. അടുത്തത് പ്രണവ് കൊച്ചു. അതായത് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി ഒരുപാട് ഫോളോവേഴ്സിനെയും അതുപോലെ തന്നെ ഫാൻസിനെയും ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ട് നേടിക്കൊണ്ട് മുന്നേറുന്ന ഒരു വ്ളോഗറാണ്. ഫാമിലിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജനപ്രീതിയിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. പ്രണവ് കൊച്ചു ഇത്തവണ ബിഗ് ബോസ് സീസൺ വന്നാൽ അത് വേറെ ലെവലായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തത് പ്രശ്നേഷാണ്. നമ്മൾ ഈയിടയ്ക്കല്ല, കുറച്ച് നാളുകളായിട്ടുണ്ടായ, ഇപ്പോഴും വാർത്താ പ്രാധാന്യമുള്ള ഒരുപാട് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രശ്നേഷ്, ആ ഒരു വ്ളോഗർ. അപ്പോൾ അദ്ദേഹത്തെയും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട താരം തൊപ്പിയാണ്. വേറൊരു പാതയിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു സ്ട്രീമർ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുക്രൂനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് വ്ളോഗേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തൊപ്പി പോലൊരു ആൾ ഇത്തവണ ഉണ്ടാകുമ്പോൾ ബിഗ് ബോസ് സീസൺ 7 അത് വൈൽഡ് കാർഡ് എൻട്രി ആയാലും അല്ലാതെയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ സീക്രട്ട് ഏജന്റിനെ കണ്ടതാണ്. ഇത്തവണ എന്തുകൊണ്ട് തൊപ്പി അയക്കൂടാ, നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വ്യക്തി മസ്താനിയാണ്. അവതാരകയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ളവരിൽ നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ മസ്താനിക്ക് കൊടുക്കുകയാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട താരം ജാസി ആഷ്. ഒരുപാട് പേര് കണ്ട് പരിചയമുള്ള മുഖമായിരിക്കും. പല വാർത്തകളിലൂടെയും അതുപോലെ തന്നെ വിവാദങ്ങളിലൂടെയും നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട 2 താരങ്ങൾ ഞാൻ ഒരുമിച്ച് തന്നെ പറയുകയാണ്. ഒന്ന് ആറാട്ടണ്ണൻ. സിനിമയിൽ വരെ പുള്ളി കയറി, ഇനി എന്തുകൊണ്ട് ബിഗ് ബോസിൽ വന്നുകൂടാ. മറ്റൊന്ന് അലിൻ ജോസ് പെരേര. ഈ ഒരു കോംബോയും കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇവരെ കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. സോ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ബിഗ് ബോസിന് ഇവർ കൂടി വന്നാൽ എങ്ങനെയിരിക്കും, ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് എങ്ങനെയുണ്ട്, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു.